മുന്നോട്ട് വെക്കുന്ന ഈ കാര്യങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിച്ച് നമുക്കുണ്ടായ ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. തീർച്ചയായും ഇവിടെ പ്രതികൂലമായൊരു കാലാവസ്ഥയാണ്. ഞങ്ങൾ ആ സ്പോട്ടിൽ പോയിരുന്നു. വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ എല്ലാം ഭീകരത നമ്മൾ നേരിട്ട് കാണുകയാണ്. അടിയന്തരമായി നമുക്ക് ഇനിയും വൈകിപ്പിക്കാതെ തന്നെ സാധ്യമായ എല്ലാ വഴികളും തേടി നമുക്ക് അർജുനെയും ഈ അപകടത്തിൻ്റെ ഭാഗമായി പെട്ടുപോയവരെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി കഴിയണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പുഴയിലാണ് ഇപ്പോൾ മെയിനായിട്ട് തിരക്ക് നടത്തുന്നത്. പക്ഷേ അതിന് പറ്റിയ വലിയ ഉപകരണങ്ങളൊന്നും ഇതുവരെ എത്തിക്കാനായിട്ട് അത് ഇനി വൈകുന്നതിന് സാധ്യത ഞങ്ങളിപ്പം ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഇതുവരെ നടത്തിയ നടപടികളെ സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കലക്ടറെ നേരിൽ കണ്ടതിന് ശേഷം ഇവിടെ ഈ തുടർന്നുള്ള കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയാകുന്ന ചില നിർദ്ദേശങ്ങൾ കളക്ടറുടെ മുന്നിൽ വെക്കുന്നുണ്ട്. കളക്ടർ അത് ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറെ കൂടി സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. റോഡ് എങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടോ? ഭാഗികമായി റോഡ് ക്ലിയർ ചെയ്ത് വരികയാണ്. റോഡ് ക്ലിയർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം കുമിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അപകടത്തിന്റെ ഭാഗമായി ഉണ്ടായ ആഘാതത്തിന് പരിഹാരം കാണാൻ വേണ്ടി കഴിയൂ. അതിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം റോഡ് ക്ലിയറിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ കലക്ടറോട് ഉൾപ്പെടെ കേരള ഗവൺമെന്റ് കർണാടക ചീഫ് സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ കാര്യക്ഷമമായി ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉള്ള മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ആ കാര്യം നേരിൽ തന്നെ ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ട് ആ കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്.